ഹായ് ഡിയേഴ്സ്, നമ്മൾ 9th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്ററായ ന്യൂ നമ്പേഴ്സിലെ അഡിഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ എന്ന പോർഷനിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 30ലെ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇങ്ങനൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഇത് തന്നെ നമ്മൾ നേരത്തെ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാനും ഈ ഒരു ട്രയാങ്കിൾ എടുത്തിരുന്നു അല്ലെ. അപ്പൊ അതിന്റെ സബ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി 10th ട്രയാങ്കിൾ ഇൻ ദിസ് പാറ്റേൺ? ഹൗ മച്ച് മോർ ഈസ് ദി പെരിമീറ്റർ ഓഫ് ദി 10th ട്രയാങ്കിൾ ദാൻ ദാറ്റ് ഓഫ് ദി 9th? ഈ പാറ്റേൺ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുമ്പോൾ ഇവിടെ ഇപ്പം 1 2 3 4 ട്രയാങ്കിൾസ് ഉണ്ട്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ആ 10th ട്രയാങ്കിളിന്റെ സൈഡിന്റെ ലെങ്ത് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓൾറെഡി ഒരു കാര്യം അറിയാം, ഇവിടുത്തെ ബേസ് എപ്പോഴും എന്താണ് 1 മീറ്റർ ആണ് അല്ലെ. അപ്പൊ ഇങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇപ്പം 1ന്റെ കണ്ടുപിടിച്ചു, 2ന്റെ കണ്ടുപിടിച്ചു, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അപ് ടു 10 വരെ പോകാം. അല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് എങ്ങനെയും കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. ഇവിടെ ഫസ്റ്റ് ട്രയാങ്കിളിന്റെ കേസ് എടുക്കുക. ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ് തന്നിട്ടുണ്ട്, അതുപോലെ ബേസും തന്നിട്ടുണ്ട്. നമുക്ക് ഹൈപ്പോട്ടന്യൂസ് ആണല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എത്ര വരും? റൂട്ട് ഓഫ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ വരും അല്ലെ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ആണ്. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് എന്ത് വരും? റൂട്ട് ഓഫ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ എന്ന് വരും. ഫസ്റ്റ് ട്രയാങ്കിളിൽ നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് അറിയാം, ബേസും അറിയാം. ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ്? 1 ആണ് അല്ലെ. 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ വരും. എത്ര വരും? 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. സോ 1 പ്ലസ് 1 റൂട്ട് 2. അതായത് ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസ് എത്ര കിട്ടി? റൂട്ട് 2. ഇനി നമുക്ക് അതേപോലെ സെക്കൻഡ് ട്രയാങ്കിളിന്റെ കണ്ടുപിടിക്കാലോ. സെക്കൻഡ് ട്രയാങ്കിൾ എന്ത് വരും? സെക്കൻഡ് ട്രയാങ്കിളിലെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഓൾട്ടിറ്റ്യൂഡ് എത്രയാവും? റൂട്ട് 2 ആവും അല്ലെ. സോ എന്ത് വരും? റൂട്ട് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്നാകും. റൂട്ട് 2 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. 2 പ്ലസ് 1 സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് വരും? പ്ലസ് 1. സോ വി ഗെറ്റ് റൂട്ട് 3. അപ്പൊ സെക്കൻഡ് ട്രയാങ്കിളിലെ ഹൈപ്പോട്ടന്യൂസ് എത്ര കിട്ടി? റൂട്ട് 3. അതായത് ഇവിടെ എത്ര കിട്ടി? റൂട്ട് 3. അങ്ങനെയാണെങ്കിൽ തേർഡ് ട്രയാങ്കിളിലെ ഹൈപ്പോട്ടന്യൂസ് നമുക്ക് ഇതേപോലെ കണ്ടുപിടിക്കാലോ. തേർഡ് ട്രയാങ്കിൾ എങ്ങനെ വരും? ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് റൂട്ട് 3 ആണ്. സോ റൂട്ട് ഓഫ് റൂട്ട് 3 സ്ക്വയർ പ്ലസ് ബേസ് എപ്പോഴും 1 സ്ക്വയർ തന്നെയാണ്. സോ വി ഗെറ്റ് റൂട്ട് 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര വരും? 3 വരും അല്ലെ. 3 പ്ലസ് 1 എന്ന് പറയുന്നത് എന്ത് വരും? റൂട്ട് 4 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 2 എന്ന് വരും. അപ്പൊ നമുക്ക് ഇവിടെ എത്ര കിട്ടി? ഇവിടെ 2 കിട്ടി. നമുക്ക് വേറൊരു ട്രയാങ്കിളും കൂടെ തന്നിട്ടുണ്ടല്ലോ, അതിന്റെയും കൂടെ നമുക്ക് നോക്കിയാലോ. ഇവിടെ ഇപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ് എത്ര വന്നു? 2 വന്നു, ബേസ് 1 വന്നല്ലേ. നമുക്ക് ഫോർത്ത് ട്രയാങ്കിളിന്റെ കേസ് എടുക്കാം. ഫോർത്ത് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എങ്ങനെ വരും? റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? 2 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. സോ റൂട്ട് 4 പ്ലസ് 1 എന്ന് വരും. അവിടുത്തെ ഹൈപ്പോട്ടന്യൂസ് നമുക്ക് എത്ര കിട്ടി? റൂട്ട് 5 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ നമുക്ക് എത്ര കിട്ടി? റൂട്ട് 5 എന്ന് കിട്ടി. ഇവിടെ വല്ല പാറ്റേണും ഉണ്ടോ? ഉണ്ടല്ലേ. അതായത് ഫസ്റ്റ് ട്രയാങ്കിളിലെ ഹൈപ്പോട്ടന്യൂസ് റൂട്ട് 2, സെക്കൻഡിന്റെ റൂട്ട് 3, തേർഡിന്റെ റൂട്ട് 4 ആണ് കിട്ടിയത്, നമ്മൾ 2 ആക്കി എടുത്തു. ഫോർത്തിന്റെ റൂട്ട് 5. അപ്പൊ ഫിഫ്ത് ട്രയാങ്കിളിൽ എത്ര വരും? റൂട്ട് 6 വരും. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് എപ്പോഴും എത്രാമത്തെ ട്രയാങ്കിൾ ആണോ അതിന്റെ പ്ലസ് 1 അതിന്റെ റൂട്ടാണ് അല്ലെ. അതായത് ഇപ്പൊ സെക്കൻഡ് ട്രയാങ്കിൾ ആയപ്പോ എത്ര വന്നു? റൂട്ട് 3 വന്നു. തേർഡ് ട്രയാങ്കിൾ ആയപ്പോ റൂട്ട് 4 വന്നു. ഫോർത്ത് ട്രയാങ്കിൾ ആയപ്പോ റൂട്ട് 5 വന്നു. അപ്പൊ നമ്മൾ 10th ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ എത്രയായിരിക്കും ഹൈപ്പോട്ടന്യൂസ് വരിക? റൂട്ട് 11 വരും അല്ലെ. നമുക്കിങ്ങനെ എഴുതാലോ. ഇൻ 10th ട്രയാങ്കിൾ ഹൈപ്പോട്ടന്യൂസ് 10നെക്കാട്ടും 1 കൂടിയിട്ടുള്ളതിന്റെ റൂട്ടാണ്. സോ റൂട്ട് 11. ഇനി നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? ഓൾട്ടിറ്റ്യൂഡും കണ്ടുപിടിക്കണം, ബേസും കണ്ടുപിടിക്കണം. ബേസ് നമുക്കറിയാലോ, എല്ലാ ട്രയാങ്കിളിലും ബേസ് എത്രയാണ്? 1 മീറ്റർ ആണ്. സോ അത് എന്ത് തന്നെ വരും? 1 മീറ്റർ തന്നെ വരും. ഹൈപ്പോട്ടന്യൂസ് റൂട്ട് 11 മീറ്ററും വരും. ഇനി നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ ഒരു പെർപെൻഡിക്കുലർ സൈഡ് ആണല്ലോ,
ഫസ്റ്റ് ട്രയാങ്കിൾ നോക്കിക്കോ, ഫസ്റ്റ് ട്രയാങ്കിളില് 1 മീറ്റർ, സെക്കൻഡ് ട്രയാങ്കിളിലെ റൂട്ട്, തേർഡ് ട്രയാങ്കിളില് √3, ഫോർത്ത് ട്രയാങ്കിളിന്റെ ആൾട്ടിറ്റ്യൂഡ് വന്നത് എത്രയാണ്? √4 ആണ് അല്ലെ. അത് നമ്മൾ 2 ആക്കി എഴുതിയുള്ളൂ. അപ്പൊ ഫിഫ്ത്ത് ട്രയാങ്കിളിന് എത്ര വരും? ഈ ഒരു ഭാഗമാണ് ഫിഫ്ത്ത് ട്രയാങ്കിൾ വരും. അത് എത്ര വരും? √5. അപ്പൊ നമുക്ക് 10th ട്രയാങ്കിളിന്റെ എത്ര കിട്ടും? √10 മീറ്റർ. ഇതായിരിക്കും എന്ത്? 10th ട്രയാങ്കിളിന്റെ സൈഡിന്റെ ലെങ്ത്. നമ്മളോട് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ഹൗ മച്ച് മോർ ഈസ് ദി പെരിമീറ്റർ ഓഫ് ദി 10th ട്രയാങ്കിൾ ദാൻ ദാറ്റ് ഓഫ് ദി 9th. അപ്പൊ 9th ട്രയാങ്കിളിനെക്കാട്ടും എത്ര കൂടുതലാണ് 10th ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ 10th ട്രയാങ്കിളിന്റെ സൈഡ് കിട്ടിയല്ലോ. ആദ്യം നമുക്ക് അതിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാം. അപ്പം പെരിമീറ്റർ ഓഫ് 10th ട്രയാങ്കിൾ എങ്ങനെ വരും? സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ആണ്. പെരിമീറ്റർ ഓഫ് 10th ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇതൊക്കെ ആഡ് ചെയ്യുന്നേക്കും അല്ലെ. √11 പ്ലസ് √10 പ്ലസ് 1 എന്ന് നമുക്ക് എഴുതാം. √11ന്റെയും √10ന്റെയും വാല്യൂ നമുക്ക് അറിയാത്തതുകൊണ്ട് ഇതേപോലെ തന്നെ എഴുതിയാൽ മതി. ഇനി നമുക്ക് 9th ട്രയാങ്കിളിലെ പെരിമീറ്റർ കാണണം അല്ലെ. 9th ട്രയാങ്കിളിലെ സൈഡിന്റെ ലെങ്ത് കാണണം. 9th ട്രയാങ്കിളിലെ ഹൈപ്പോട്ടന്യൂസ് എത്ര വരും? 9th ട്രയാങ്കിൾ ആയതുകൊണ്ട് എന്ത് വരും? 9നെക്കാട്ടും 1 കൂടെ. അപ്പൊ എത്ര വരും? √10 മീറ്റർ. ഇനി ഓൾട്ടിറ്റ്യൂഡ് എത്ര വരും? ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 9th ട്രയാങ്കിൾ ആണ്. സോ √9 മീറ്റർ. ബേസ് എപ്പോഴും എന്താണ്? ഈക്വൽ ആണ്. സോ വി ഗെറ്റ് 1 മീറ്റർ. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ പെരിമീറ്റർ എത്ര വരും? പെരിമീറ്റർ ഓഫ് 9th ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു എത്ര വരും? √10 പ്ലസ് √9 പ്ലസ് 1 എന്ന് വരും. ഇനി √10ന്റെ വാല്യൂ നമുക്കറിയോ? ഇല്ല. അപ്പൊ നമുക്കത് തന്നെ എഴുതാം. √10 പ്ലസ്, ഇനി √9 എത്രയാണ്? 3 ആണല്ലേ. 3 പ്ലസ് 1. സോ വി ഗെറ്റ് പെരിമീറ്റർ ഓഫ് 9th ട്രയാങ്കിൾ √10 പ്ലസ് 4. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? 9th ട്രയാങ്കിളിലെ പെരിമീറ്ററിനെക്കാളും എത്ര കൂടുതലാണ് 10th ട്രയാങ്കിളിലെ പെരിമീറ്റർ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് കാണണം. ഡിഫറൻസ് കാണാൻ വേണ്ടി ഫസ്റ്റ് ട്രയാങ്കിളിന്റെ പെരിമീറ്റർ √11 പ്ലസ് √10 പ്ലസ് 1. ഇതിനോട് എന്ത് ചെയ്താൽ മതി? 9th ട്രയാങ്കിളിന്റെ പെരിമീറ്റർ മൈനസ് ചെയ്താൽ മതി അല്ലെ. സോ വി ഗെറ്റ് √10 പ്ലസ് 4. മൈനസ് ഉണ്ട് അല്ലെ. ഈ മൈനസ് എന്ന് പറയുന്നത് രണ്ട് ടേമിനും കൂടി ഉള്ളതാണല്ലോ. അപ്പൊ നമുക്ക് ആ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് എഴുതാം. സോ √11 പ്ലസ് √10 പ്ലസ് 1 മൈനസ് √10 പിന്നെ മൈനസ് 4. അതെന്തുകൊണ്ടാ? ഇവിടെ √10ഉം 4ഉം ഇത് രണ്ടും പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ടും എന്തായി പോകും? മൈനസ് ആയി പോകും. ഇനി ഇവിടെ പ്ലസ് √10ഉം മൈനസ് √10ഉം ഉണ്ടല്ലോ. അത് നമുക്ക് ക്യാൻസൽ ചെയ്യാലോ. ദെൻ √11 നമുക്ക് അതുപോലെ എഴുതാം. √11 നെക്സ്റ്റ് 1 മൈനസ് 4 ആണല്ലേ. അപ്പൊ അതെന്ത് വരും? 1 മൈനസ് 4 എന്ന് പറയുന്നത് എത്ര വരും? -3. അപ്പൊ എത്ര മീറ്റർ മോർ ആയിരിക്കും? 10th ട്രയാങ്കിളിന്റെ പെരിമീറ്റർ √11 മൈനസ് 3 മീറ്റർ മോർ ആയിരിക്കും. അതായത് മീറ്ററിന്റെ കേസ് വന്നത് നമുക്ക് ഈ ട്രയാങ്കിളിന്റെ വാല്യൂ തന്നിരിക്കുന്നത് മീറ്ററിലാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ മീറ്റർ എടുത്തത്. ഇനി നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദി ഹൈപ്പോട്ടന്യൂസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ വിത്ത് പെർപെൻഡിക്കുലർ സൈഡ്സ് √2 സെന്റിമീറ്റർ ആൻഡ് √3 സെന്റിമീറ്റർ? ഹൗ മച്ച് മോർ ഈസ് ദി സം ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ്സ് ദാൻ ദി ഹൈപ്പോട്ടന്യൂസ്? നമുക്ക് ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറയുന്നത് √2 സെന്റിമീറ്ററും √3 സെന്റിമീറ്ററും ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതാണ് നമ്മുടെ റൈറ്റ് ട്രയാങ്കിൾ എന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ പെർപെൻഡിക്കുലർ സൈഡിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ഒന്ന് √2 ആണ്, ഒന്ന് √3 ആണ്. ഞാനിവിടെ ബേസ് √2ഉം ഓൾട്ടിറ്റ്യൂഡ് √3ഉമായിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഹൈപ്പോട്ടന്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ഈ ട്രയാങ്കിളിന് നെയിം കൊടുക്കുകയാണ് ABC. നമുക്കറിയാലോ ഇവിടെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എത്രയാണ്? AC ആണ്. AC സ്ക്വയർ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ചെയ്താൽ മതി അല്ലേ. അതായത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ AC സ്ക്വയർ ഇവിടെ എത്ര കിട്ടും? AB സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര വരും? √3 സ്ക്വയർ പ്ലസ് BC സ്ക്വയർ √2 സ്ക്വയർ
ഇനി AC² എന്ന് പറയുന്നത് എത്ര കിട്ടും? √3² എന്ന് പറയുമ്പോൾ 3 ആവും. 3 + √2² എന്ന് പറയുമ്പോൾ 2 ആവും. സോ AC² എന്ത് വരും? 5 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ AC നമുക്ക് എത്ര കിട്ടും? AC എന്ന് പറയുന്നത് √5 കിട്ടും. അതായിരുന്നില്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ AC-യുടെ ലെങ്ത് എത്രയായിരുന്നല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അത് നമുക്ക് എത്ര കിട്ടി? √5 എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഹൗ മച്ച് മോർ ഈസ് ദി സം ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ്സ് ദാൻ ദി ഹൈപ്പോട്ടെന്യൂസ്? ഈ പെർപെൻഡിക്കുലർ സൈഡിന്റെ ലെങ്ത് ആഡ് ചെയ്താല് അത് ഹൈപ്പോട്ടെന്യൂസിനെക്കാളും എത്ര കൂടുതലായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യം പെർപെൻഡിക്കുലറിന്റെ സമ്മ് കണ്ടുപിടിച്ചാലോ? കണ്ടുപിടിക്കാം. സം ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ്. സം എന്ന് പറഞ്ഞാൽ എന്താ? ആഡ് ചെയ്യാണ് അല്ലെ. √3 + √2 എന്ന് വരും. ഇവിടെ √3ന്റെ വാല്യൂ നമുക്കറിയാലോ. എത്രയാണ്? 1.732 പ്ലസ് √2 എത്രയാണ്? 1.414. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ പോരെ? ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 1.732 പ്ലസ് 1.414 ആണല്ലേ. 2 + 4 6, 3 + 1 4, 7 + 4 എന്ന് പറയുന്നത് എത്ര വരും? 11 വരും. സോ നമുക്ക് എന്ത് വരും? ഒരു റിമൈനിങ് 1 വരും. ദെൻ ഇവിടെ ഒരു ഡെസിമൽ ആണ്. 1 + 1 എന്ന് പറയുന്നത് 2, 2 + 1 3. നമുക്ക് എത്ര കിട്ടും? 3.146 എന്ന് കിട്ടും. പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ സം ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ്സ് ഈ ഹൈപ്പോട്ടെന്യൂസിനെക്കാളും എത്ര കൂടുതലാണ്? അപ്പൊ നമുക്ക് ഇതിന്റെ രണ്ടിനും ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ പോരെ? ഡിഫറൻസ് ഈക്വൽ ടു എന്ത് വരും? ഇത് എത്ര കൂടുതലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതായിരിക്കും വലുത്. സോ 3.146. അതിനോട് എന്ത് ചെയ്യുക? ഈ ഹൈപ്പോട്ടെന്യൂസ് കുറച്ചാൽ പോരെ? √5. √5ന്റെ വാല്യൂ നമുക്ക് അറിയില്ല. സോ നമ്മൾ ഇങ്ങനെ തന്നെ എഴുതും. ഇത്രയും സെന്റിമീറ്റർ ആയിരിക്കും ഹൈപ്പോട്ടെന്യൂസിന്റെയും പെർപെൻഡിക്കുലർ സൈഡ്സിന്റെയും ഡിഫറൻസ്. അതായത് ഈ സം ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറയുന്നത് √5നേക്കാളും 3.146 മൈനസ് √5 കുറയ്ക്കുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതോടുകൂടെ നമ്മുടെ ന്യൂ നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവും.